മഴ പെയ്തു തുടങ്ങിയതോടെ എല്ലാവരും ചൂണ്ടയും വലയുമായി പാടത്തേക്കും പറമ്പിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കെട്ടിലും മീൻ നിന്ന് കളിക്കുന്ന കണ്ടാണ് അച്ഛൻ വലയുമായി ഇറങ്ങിയത്. പുറകെ ക്യാമറയും തൂക്കി ഞാനും ഇറങ്ങി. ആദ്യത്തെ വല വീശി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് വല വലിക്കാനായി നമ്മൾ കെട്ടിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ചെളിയിൽ താഴ്ന്നു കിടക്കുന്ന മീനുകൾ മുകളിലേക്ക് പൊങ്ങി വരാൻ വേണ്ടിയാണ് സാധാരണയായി ഇങ്ങനെ ചെയ്യുന്നത്. വളരെ സാവകാശമാണ് നമ്മൾ വല വലിച്ചു കയറ്റുന്നത്. വല വലിച്ചു കയറ്റുമ്പോൾ ഒരു കരിമീൻ നമ്മുടെ വലയുടെ മുകളിലേക്കും ചാടി കയറുന്നുണ്ട്. ഇനി വല ചെറുതായി വെള്ളത്തിലൊന്ന് കഴുകി കരയിലേക്ക് കയറ്റി കിടണം. ഈ കാണുന്ന കരിമീനാണ് കേട്ടോ നമ്മൾ വല വലിച്ച സമയത്ത് വലയുടെ മുകളിലേക്ക് കയറി വന്നത്. വേറെ മീനുകളൊന്നും കാര്യമായില്ലാത്തതുകൊണ്ട് വലയിലുണ്ടായ മീനുകളെല്ലാം പിറക്കി ഞാൻ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് അച്ഛൻ വേറൊരു വല വീശിയപ്പോൾ കുറച്ച് മീനെ അതിലും കിട്ടിയിട്ടു. നമ്മുടെ നാട്ടിൽ പാലാങ്കണ്ണി എന്നറിയപ്പെടുന്ന മീനാണിത്. ഈ മീനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മീനുകളെല്ലാം പാത്രത്തിലാക്കി വന്ന സമയം കൊണ്ട് അച്ഛൻ അടുത്ത വല വീശാൻ പോയിരുന്നു കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വല വലിക്കാനായി വീണ്ടും അച്ഛൻ്റെ പുറകെ പോയിരുന്നു. വല വലിക്കാനായി കെട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അധികം ആഴമില്ലാത്ത കെട്ടാണ് കേട്ടത്. വല വളരെ സാവധാനമാണ് വലിക്കുന്നത്. തവണ വലയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം മീനുകൾ വലക്കുള്ളിലായിട്ടുണ്ട്. ഇനി ഇവയെല്ലാം വീട്ടിൽ ചെന്ന് വലയിൽ നിന്ന് പുറത്തെടുക്കണം. മീനുകളുടെ ഒപ്പം കുറേ ചവറും വലയിൽ കയറിയിട്ടുണ്ട്. മീനിൻ്റെ മണം കേട്ടതോടുകൂടി നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വല കുടഞ്ഞ് മീനെ പുറത്തെടുക്കാം. സാധാരണ പോലെ തന്നെ എപ്പോൾ വല വീശിയാലും കിട്ടുന്ന കുറേ പള്ളത്തുകളുണ്ട് ഇത്തവണയും കൂടുതൽ. കൂടാതെ കുറച്ച് 3-4 കണമ്പ്, പിലോപ്പി, കുറേ കക്കത്തൊണ്ടുകൾ നമ്മുടെ വലയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വലയിൽ നിന്നും കിട്ടിയ മീനുകളെയെല്ലാം ഈ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഇത്രയും മീനുകളെയാണോ നമ്മൾ വല വീശി പിടിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും, ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.